ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ അധിക സമയം നിൽക്കില്ല, പക്ഷേ അവർ വിട്ടുപോകുന്ന ഓർമ്മകൾ ഒരിക്കലും ആയില്ല. അതുപോലൊരോർമ്മയാണ് അനൂപിന് ദിയ. ആദ്യ കണ്ടുമുട്ടൽ. കോളേജിന്റെ ആദ്യ ദിവസം. പുതിയ മുഖങ്ങൾ, പുതിയ സ്വപ്നങ്ങൾ. അവിടെയായിരുന്നു അനൂപ് ആദ്യമായി ദിയയെ കണ്ടത്. വെളുത്ത ചുരിദാറിൽ കാറ്റിൽ തുളുമ്പുന്ന മുടിയോടെ അവളൊരു ബെഞ്ചിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. അവളുടെ കണ്ണുകളിൽ ഒരു ശാന്തത, പക്ഷേ ഒളിഞ്ഞൊരു വിഷാദം. അനൂപ് അവളുടെ അടുത്തേക്ക് പോയി. "ഇവിടെ ഇരിക്കാമോ?" അവൾ ചെറുതായി തലകുനിച്ചു. "ഞാൻ അനൂപ്." ദിയ. ആ രണ്ടു പേരുകൾ അവരുടെ കഥയുടെ തുടക്കമായി. സൗഹൃദം, പ്രണയമായി. ദിവസങ്ങൾ കടന്നുപോയി. ക്ലാസ്, കാന്റീൻ, ലൈബ്രറി, അവിടെ എല്ലായിടത്തും അവർ ഒരുമിച്ചു. ദിയ വളരെ കുറച്ചു സംസാരിക്കും, പക്ഷേ അനൂപിനോട് അവൾ ധീരെ ധീരെ തുറന്നു. "നിനക്കൊപ്പമുള്ള നിശബ്ദത എനിക്കിഷ്ടമാണ്," ഒരു ദിവസം അവൾ പറഞ്ഞു. അനൂപ് ചിരിച്ചു. "നിനക്ക് നിന്റെ ശബ്ദം ഇഷ്ടമാണ്." അവൾ ചിരിച്ചു. ആ ചിരിയിൽ അവൻ തന്റെ ലോകം കണ്ടു. ഒരു മാറ്റം. ഒരു ദിവസം ദിയ കോളേജിൽ വന്നില്ല. അടുത്ത ദിവസം വീണ്ടുമില്ല. അനൂപ് ആശങ്കപ്പെട്ടു. അവൻ അവളുടെ സുഹൃത്തിനോട് ചോദിച്ചു. "ദിയ ഹോസ്പിറ്റലിലാണ്." അനൂപിന്റെ ഹൃദയം നിശ്ചലമായി. സത്യം. അവൻ ഉടൻ ആശുപത്രിയിലേക്ക് പോയി. റൂമിന്റെ പുറത്തുനിന്ന് അവൻ അവളെ കണ്ടു. ദിയ വളരെ ക്ഷീണിതയായി കിടക്കുകയായിരുന്നു. അവൾ അവനെ കണ്ടപ്പോൾ ചിരിക്കാൻ ശ്രമിച്ചു. "നീ വന്നോ? എന്താണ് സംഭവിച്ചത്?" അനൂപ് ചോദിച്ചു. അവൾ മൃദുവായി പറഞ്ഞു. "എനിക്കൊരു രോഗമുണ്ട്, നാളുകളായി." അവന്റെ കണ്ണുകൾ നിറഞ്ഞു. "നീ എനിക്കൊന്നും പറഞ്ഞില്ലല്ലോ." "നിനക്ക് വിഷമമാകുമെന്ന് കരുതി." അവസാന വാക്കുകൾ. ദിയ അവന്റെ കൈ പിടിച്ചു. "അനൂപ്, നിനക്കൊപ്പമുള്ള ഓരോ നിമിഷവും എനിക്കൊരു പൂർണ്ണ ജീവിതം പോലെയായിരുന്നു." "ഇങ്ങനെ പറയണ്ട," അവൻ പറഞ്ഞു. അവൾ ചിരിച്ചു. "നീ എന്നെ മറക്കരുത്." "ഒരിക്കലുമില്ല," അവൻ പറഞ്ഞു. അവസാനം. ചില ദിവസങ്ങൾക്ക് ശേഷം ദിയ ഇനിയില്ലായിരുന്നു. അനൂപ് വീണ്ടും കോളേജിലേക്ക് പോയി. അതേ ബെഞ്ചിലിരുന്നു. അവൻ കണ്ണുകൾ അടച്ചു. കാറ്റ് വീശി. ഒരു നിമിഷം അവൾ അടുത്തിരിക്കുന്നതായി അവൻ അനുഭവിച്ചു.